നമസ്കാരം, ഷോജി രവിയാണ്. എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ കൊഴിഞ്ഞാമ്പാറയിലുള്ള കണ്ണൻ ചേട്ടൻ്റെ പശുഫാമിലാണ്. പണ്ടൊക്കെ ആൾക്കാർ പറയുമായിരുന്നു ഒരു പശു ഉണ്ടെങ്കിൽ അവൻ്റെ വീട്ടു ചിലവൊക്കെ അതുകൊണ്ട് നടന്നു പോകുമായിരുന്നു. പക്ഷേ ഇന്ന് ഒരുപാട് പുതിയ പുതിയ പശുക്കളും അതുപോലെ തന്നെ ഹൈടെക് കൂടുമൊക്കെ വന്നതിന് ശേഷം ഒരുപാട് പശുക്കളെയൊക്കെ ആൾക്കാർ വളർത്തുന്നുണ്ടെങ്കിലും ലാഭത്തിൻ്റെ കണക്കങ്ങനെ കേൾക്കാറില്ല. ചുരുക്കം ചില ആൾക്കാർ മാത്രമേ അത് പറയാറുള്ളൂ. എന്നാൽ കണ്ണൻ ചേട്ടൻ പറയുന്നത് അങ്ങനെയല്ല. പശു വളർത്തൽ തീർത്തും ലാഭകരമാണ്, അത്യധികം ആദായകരമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് കണ്ണൻ ചേട്ടൻ ഇത്ര ലാഭം കിട്ടുന്നതെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ചേട്ടാ, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ചേട്ടനെ ഒന്ന് പരിചയപ്പെടുത്തും. എൻ്റെ പേര് കണ്ണൻ, വീട് കൊഴിഞ്ഞാമ്പാറ, പാലക്കാട് ജില്ലയിലാണ്. ഇവിടെ എത്ര പശുക്കളുള്ള ഫാമാണ് ചേട്ടൻ? ഇവിടെ വന്നിട്ട് ഒരു 60-65 പശുക്കളുണ്ട്. അതിൽ പറഞ്ഞാൽ നല്ല സങ്കരയിനം പശുക്കളും HF ഇത് പറഞ്ഞാൽ ഇവിടെ നല്ല പാലുൽപാദനം കിട്ടുന്ന മാക്സിമം നാട്ടിൽ കിട്ടാവുന്ന എല്ലാ തരം പശുക്കളും വളർത്തുന്നത്. ചേട്ടന് ഇപ്പോ ഇത്ര നാളത്തെ എക്സ്പീരിയൻസിൽ പശു വളർത്തൽ ലാഭകരമായിട്ടാണോ തോന്നിയത്? അതെ, തീർച്ചയായിട്ടും ലാഭകരം തന്നെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറെ അധികം ആൾക്കാർ പശു വളർത്തിയിട്ട് നഷ്ടമാണെന്ന് പറയുന്നുണ്ട്. അതെ, അതിന്റെ കാരണം വന്നിട്ട് ഇവര് പറഞ്ഞ ഇതിൽ കൊടുക്കുന്ന തീറ്റയും ഇതിലൊക്കെ വരുന്നതാണ്. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പശു വളർത്തൽ ലാഭകരമായി ചെയ്യണമെങ്കിൽ ഓക്കെ. ഇപ്പോ ഇവിടുത്തെ വിപണി, അതായത് പാലിന്റെ വിപണി എങ്ങനെയാണ്? പാല് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സൊസൈറ്റിയിൽ പോകുന്നുണ്ട്. സൊസൈറ്റിയിലാണ് പാല് കൊടുക്കുന്നത്? സൊസൈറ്റിയിൽ കൊടുക്കുന്നുണ്ട്. അയൽവക്കത്തിലെ ആൾക്കാരും വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിന്റെ ബോർഡർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ കൃഷിയിലേക്ക്, അതായത് നമ്മുടെ മണ്ണിൽ നട്ടു വളർത്തുന്ന ഒരുപാട് കൃഷിയിലേക്ക് ആൾക്കാർ തിരിയുന്നുണ്ട്. അതുകൊണ്ട് ചാണകത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ വരുന്ന വഴിയിലെല്ലാം നല്ല പച്ചപ്പാണ് കാണുന്നത്. തെങ്ങാവട്ടെ, കവുങ്ങാകട്ടെ, അതുപോലെ തന്നെ തീറ്റപ്പുല്ല്, ചോളം, അങ്ങനെ ഒരുപാട് സംഭവങ്ങളെല്ലാം നട്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ ചാണകത്തിനും അത്യാവശ്യം നല്ല മാർക്കറ്റ് ഉണ്ട്. ചേട്ടൻ എത്ര വർഷമായിട്ട് ഈ പശു വളർത്തൽ ചെയ്യുന്നു? നമ്മൾ 5 വർഷമായി. 5 വർഷമായിട്ട് പശു വളർത്തൽ എങ്ങനെയുണ്ട്? തുടക്കത്തിൽ തന്നെ ലാഭകരമായിട്ടാണോ തുടങ്ങിയത്? അല്ല, തുടക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നഷ്ടത്തെയാണ് വന്നത്. എന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിനെ കുറിച്ചിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യായിരുന്നു. ഓക്കെ, എങ്ങനെയാണ് നഷ്ടം ആണ് അല്ലെങ്കിൽ നഷ്ടത്തിൽ നിന്ന് എങ്ങനെയാണ് കരകയറാൻ പറ്റിയത്? അത് ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ പശു വളർത്തലാകട്ടെ നമ്മൾ എന്തെന്ന് ചെയ്യുകയാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള പ്രൊഡക്ഷൻ കോസ്റ്റ് നമ്മൾ കുറയ്ക്കണം. അപ്പോൾ അതിനെന്ത് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുപോലെ ഇതേ തീറ്റകളും കൊടുത്ത് നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് വരുമ്പോൾ പാലിനും ഇതിനും ഒപ്പം പോകും. ചില സമയത്ത് നഷ്ടം വരും. അത് ശരിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കണം. കാരണം പാലിന്റെ വില എപ്പോഴും വിപണിയിൽ സ്റ്റേബിൾ ആയിരിക്കും. നമ്മൾ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറച്ചാലേ നമുക്ക് ലാഭത്തിന്റെ അളവ് കൂട്ടാൻ പറ്റും. അതിന് പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി ചേട്ടൻ എന്ത് ചെയ്യും? നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പുല്ല് നട്ട് പുല്ല് കൊടുക്കാൻ തുടങ്ങി. ഇവിടെ തന്നെ വൈക്കോല് കിട്ടും. അപ്പോൾ വൈക്കോല് ഇങ്ങനെയുള്ളതെല്ലാം ഇവിടെ നിന്ന് വാങ്ങിച്ച് ചെയ്തു. അതിനുശേഷമാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് വേറെ ധാന്യങ്ങള് ഇതൊക്കെ പൊടിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. പിന്നെ അതിനുശേഷം അതിലും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ചെലവ് ഇത് ആവുന്നില്ല. അപ്പൊ അതിന്നും കുറയ്ക്കാൻ എന്ത് മാർഗം നോക്കുന്ന സമയത്താണ് ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കപ്പന്റെ വേസ്റ്റും ബീർ വേസ്റ്റും ഇങ്ങനെയുള്ള ചോളത്തിന്റെ വേസ്റ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് തമിഴ്നാട് അടുത്തായതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് കൊണ്ടുവന്ന് ഇവിടെ ചെയ്യാന്നുള്ളത് പറഞ്ഞാൽ അത് കലർത്തി കൊടുത്തപ്പോൾ നല്ല ബെനിഫിറ്റ് കിട്ടും. അതായത് ഈ ബിയർ വേസ്റ്റും മറ്റു സാധനങ്ങളും, അതായത് ഈ കപ്പയുടെ വേസ്റ്റും ബാർലി വേസ്റ്റും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും തീറ്റ ചെലവ് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും പാലിന്റെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസം? ഇല്ല, പാല് ഉൽപാദനം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതി പാലിന്റെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 10 ലിറ്റർ ഇറക്കുന്ന പശുവിന് ഇത് കൊടുക്കുന്ന സമയത്ത് പിന്നെയും 1 ലിറ്റർ 1.5 ലിറ്റർ കൂടി തന്നെ വരണം. അങ്ങനെ പാല് കൂടുന്നുണ്ട്. ക്വാളിറ്റിയിലും വലിയ ഒരു ഇതൊന്നും വരുന്നില്ല. ശരിയാണ്. ഒരുപാട് പേര്, ഞാൻ തന്നെ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഇങ്ങനെയുള്ള സംഭവത്തിന്. ശരിക്കും
ഇവിടുത്തെ പ്രൊഡക്ഷൻ, അതായത് അതിനെപ്പറ്റി ഒന്ന് പറയാമോ? അതായത് ഇപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന, അതായത് ഈ ബിയർ വേസ്റ്റ് ആകട്ടെ, അല്ലെങ്കിൽ ഈ ബാർലി അല്ലെങ്കിൽ ചോളത്തിൻ്റെയൊക്കെ വേസ്റ്റിൻ്റെ മിക്സിങ്, അതിനെപ്പറ്റി ഒന്ന് പറയാം. അതിൻ്റെ മാർക്കറ്റ് എങ്ങനെയാണ്? അത് വന്നിട്ട് പറഞ്ഞാൽ നമ്മൾ മാക്സിമം ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിയർ വേസ്റ്റ് പറയുന്നത് പറഞ്ഞാൽ ബാർലി വേവിച്ച് അതിന്ന് വരുന്നതാണ്. ഓക്കെ, ബിയർ വേസ്റ്റ് എന്ന് പറയുന്നത് ബാർലിയാണ്, അതല്ലാതെ വേറെതല്ല. ഞാൻ ഇപ്പോഴും കരുതിയിരുന്ന ബിയർ വേസ്റ്റ് എന്ന് പറയുന്നത് അല്ല, അത് ബാർലി പറഞ്ഞു കഴിഞ്ഞാൽ ബാർലി, പച്ചരി, വെല്ലം, ഈ സംഭവം എടുത്തിട്ട് അതിന്ന് എസൻസ് എടുത്തിട്ട് വരുമ്പോ അത് വേവിച്ച് വരുന്നതാണ്. അതാണ് ബിയർ വേസ്റ്റ്. അതെ. ബാർലി വേസ്റ്റ് വേറെ, ബിയർ വേസ്റ്റ് അല്ല, അത് തന്നെയാണ്. ഓക്കെ, അപ്പൊ അതിന്റെ മിക്സിങ് എങ്ങനെയാണ്? ഇതിൽ വന്നിട്ട് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ചെയ്യുന്നത് കപ്പ, ഈ ബാർലി വേസ്റ്റും പിന്നെ ചോളമാവ്, ചോളത്തിന്റെ ഫൈബറും പറഞ്ഞാൽ പശുവിന് അത്യാവശ്യമാണ്. ശരിയാണ്, ഏതിനും. അപ്പൊ നമ്മൾ പറഞ്ഞ വൈക്കോപ്പുല്ല് ഇതെല്ലാം കൊടുക്കുന്ന പകരം ഇത് കൂടെ ചേർത്ത് നല്ല പെർസെന്റേജിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടുന്നുണ്ട്. ചേട്ടന്റെ ഈ ഫാക്ടറിയിൽ വന്ന് ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നില്ല ഇവിടെ ചേട്ടന്റെ പശുക്കൾക്ക് മാത്രമുള്ള ഫുഡാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുള്ളത്. ശരിക്കും ഒരുപാട് വണ്ടിക്കാർ ഇവിടെ ലോഡ് ചെയ്യാനായിട്ട് വന്ന് കിടപ്പുണ്ട്. അതുപോലെ തന്നെ ബൾക്ക് ക്വാണ്ടിറ്റി പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ഇത് ചേട്ടൻ മറ്റുള്ളവർക്ക് എങ്ങനെയാണ് സപ്ലൈ ചെയ്യുന്നത്? ഇത് വന്നിട്ട് നമ്മുടേതിന് മാത്രമല്ല, നമ്മുടേത് ചെയ്ത് ഇതിൻ്റെത് കണ്ടതിന് ശേഷം വേറെ ആൾക്കാരും വരാൻ തുടങ്ങി. ഇപ്പം അയൽവക്കം വരുന്നു. പിന്നീട് ഇതിന് ശേഷം വരെ കേരളം മൊത്തം തന്നെ നല്ല സപ്ലൈ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരയ്ക്കും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അഥവാ ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ആവശ്യക്കാർ ഏറി വന്നാൽ എല്ലാവർക്കും ചിലപ്പോൾ കൊടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ, ഇപ്പോൾ എൻ്റെ നാട് കായംകുളമാണ്, കായംകുളത്തുള്ള ഒരു കൂട്ടം കർഷകർ ചേർന്നിട്ട് ചേട്ടനോട് പറയുകയാണ്, ഞങ്ങൾക്കൊരു ഫ്രാഞ്ചൈസി പോലത്തെ, ഞങ്ങൾ ഒരുമിച്ച് ഒരു വണ്ടി വന്ന് എടുത്തുകൊണ്ട് പോകണം, ഞങ്ങൾക്കുള്ള ഞങ്ങൾ ആയിട്ട് എടുത്തോളൂ. അങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒരു വലിയ വണ്ടിയായിട്ട് വന്ന് കൊടുക്കും. അങ്ങനെയാണ് ഇത് ഓരോ ഇടത്തുള്ള ഇരിക്കുന്ന ആൾക്കാര് അവര് പറയും ആദ്യം 10 ചാക്ക് എടുത്തിട്ട് പോകും. പിന്നീട് അവര് പറയും അവര് പറഞ്ഞ ഗ്രൂപ്പായിട്ട് വന്നിട്ടാണ് എടുത്തിട്ട് പോകുന്നത്. ശരി, ഇപ്പൊ അങ്ങനെയാണ് നിലവിൽ ഈ കേരളത്തിന്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഇപ്പൊ അങ്ങനെയാണ്. അങ്ങനെ അത് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഓരോ യൂണിറ്റിലെ ആൾക്കാരുണ്ട്, പശു വളർത്തുന്ന ആൾക്കാർ ചേർന്ന് അവര് പറയും ശരി ഇത് പറഞ്ഞാൽ 10 ചാക്ക് എടുക്കാം, നമ്മൾ ഇനി ഒരു 4 പേര് ചേർന്ന് കഴിഞ്ഞാൽ 40 ചാക്കായി മറ്റുള്ള അങ്ങനെയാണ് പറഞ്ഞെടുത്തിട്ട് പോകുന്നത്. അങ്ങനെയാണ് ഈ കേരളം മുഴുവൻ ഇത് വ്യാപിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ പല ഭാഗങ്ങളിലും ഈ ഒരു മിക്സ്ചർ ഇന്ന് അവൈലബിൾ ആണ്. ചേട്ടൻ പറയുന്നത് ചേട്ടന്റെ പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണെന്ന് പറയുന്നത്. മറ്റുള്ളതിൽ നിന്ന് നമ്മുടെ പ്രോഡക്റ്റ് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഇത് പറയുകയാണെങ്കിൽ പറഞ്ഞാൽ ഇതിൽ കപ്പയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ 3-4 വിധം കപ്പയുണ്ട്. അതേപോലെ ബീർ വേസ്റ്റ് എടുക്കുന്നത്, ബീർ വേസ്റ്റിലും വെള്ളത്തോടെ വരുന്നതും വെള്ളമില്ലാതെ വരുന്നതും ഐറ്റം ഉണ്ട്. ശരി, അതേപോലെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ചോളം, ഇതിലും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിന്റെ കണ്ടന്റ് കൂടുതലുള്ളതും കുറവുള്ളതും ഉണ്ട്. ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിന്റെ പെർസെന്റേജ് ആണ് ഈ വെള്ളത്തിന്റെ അളവ് കൂടി വരും. അതെ, അങ്ങനെ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വില കുറഞ്ഞു വരുമ്പോൾ അതിനിട്ട് കൊടുക്കുമ്പോൾ അതിന്റെ അത്ര ക്വാളിറ്റി ഉണ്ടാവില്ല. അപ്പൊ വെള്ളം കുറഞ്ഞു വരുന്ന സാധനം നമ്മൾ നല്ല രീതിക്ക് ഇത് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പശുക്കൾക്ക് നന്നായിരിക്കും, കുറെ ദിവസം നിൽക്കുകയും ചെയ്യും. ഇതിന് എത്ര ദിവസം വാലിഡിറ്റി, അതായത് എക്സ്പയറി? ഇത് പറയുന്നത് വെറ്റായത് കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഒരു 10 ദിവസം 15 ദിവസം ഇതേക്കുള്ളൂ. ശരിയാണ്, പലരും പറയുന്നുണ്ട് 20 ദിവസമൊക്കെ ഇരിക്കുന്നത്. അത് അങ്ങനെ അതിന് പറഞ്ഞ പുഴു വരാനുള്ള സാധ്യത വരും. ശരിയാണ്. അപ്പൊ ചേട്ടൻ പറയുന്നത് ഇന്ന് ഇത്ര ദിവസം, ഒരു 10 ദിവസം, അതാണ് നമ്മൾ പറയുന്നത്. ഒരു 15 ദിവസമൊക്കെ പറഞ്ഞാൽ ഇരിക്കും. ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഏറെ കിടക്കാതെ പറഞ്ഞ നിൽക്കുകയാണെങ്കിൽ പൊട്ടാതെല്ലാം നിൽക്കുകയാണെങ്കിൽ അതിൽ പറഞ്ഞ പാക്ക് ചെയ്യുന്നത് വന്നിട്ട് എയർ പാക്ക് ഇതുണ്ടല്ലോ, പ്ലാസ്റ്റിക് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് പൊട്ടാതിരിക്കുകയാണെങ്കിൽ കുറെ ദിവസം, അല്ലെങ്കിൽ പറഞ്ഞാൽ ഇതാവും. പൊട്ടിച്ചു കഴിഞ്ഞാൽ ഒരു 10 വർഷങ്ങളിൽ തീർക്കും. അല്ല, അതല്ല പൊട്ടിക്കുന്ന പറഞ്ഞാൽ നമ്മളെ ബാഗ് എടുക്കുമ്പോൾ ഓരോ ദിവസത്തേക്ക് അങ്ങനെ തന്നെ ബാഗ് എടുത്ത് കൊടുത്താണ്. ശരി, അങ്ങനെയാണ്. ഇതാണ് ബിയർ വേസ്റ്റ്. നമ്മൾ പല സ്ഥലങ്ങളിലും ഒക്കെ പോയി ഇതിന്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇതിനകത്ത് വെള്ളം അങ്ങനെ ചാടി വരുമായിരുന്നു. കാരണം അതൊരു ഭയങ്കരമായിട്ട് വെറ്റ് അവസ്ഥയിലുള്ള സാധനമാണ്. പക്ഷേ ഇവിടെ കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നിക്കുന്നത്, അങ്ങനെ പിടിച്ചാലൊന്നും അങ്ങനെ വെള്ളം വരുന്നില്ല. ഇതാണ് ചോളത്തിന്റെ തൊണ്ട്. അതായത് ഈ തീറ്റ മിശ്രിതത്തിൽ വേണ്ട ഫൈബർ കണ്ടന്റ് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഈ ചോളത്തിന്റെ തൊണ്ടിലാണ്. അതായത് പശുക്കളുടെ തീറ്റയിൽ ഫൈബർ കണ്ടന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് നിങ്ങൾക്കറിയാം. അതായത് അതിൻ്റെ മോഷൻ ക്ലിയർ ആവത്തില്ല, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം നീക്കുന്നത് ഈ ചോളത്തിൻ്റെ തൊണ്ടാണ്. ഇതും നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ്. ഒരുപാട് വെള്ളമൊന്നും ചേരാത്ത, മോയ്സ്ചർ കണ്ടന്റ് വളരെയധികം കുറഞ്ഞ സാധനം തന്നെയാണ്. ഇത് ചോളത്തിൻ്റെ മാവാണ്, ചോളമാവാണ്. ഇതും ഈ ഒരു മിശ്രിതത്തിൻ്റെ ഒരു പ്രധാന ഘടകം തന്നെയാണ്.
അത്യാവശ്യം കാഴ്ചയിൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനമാണെന്ന് തന്നെ നമുക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ വലിയ തെറ്റായിട്ടുള്ള സംഭവമൊന്നുമല്ല. നമ്മുടെ ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്ന ഒരു പരുവത്തിലൊക്കെ തന്നെ ഇരിക്കുന്ന സംഭവമാണ്. ഈ തീറ്റ മിശ്രിതത്തിലെ കപ്പ വേസ്റ്റ് തന്നെ 2 തരത്തിൽ വരുന്നുണ്ട്. ഒന്ന് വെള്ളക്കപ്പയും അതുപോലെ തന്നെ ആവറേജ് കപ്പ. അതിൽ ആവറേജ് കപ്പ വേസ്റ്റ് എന്ന് പറയുന്ന സംഭവമാണ് ഇതും ഈ പറഞ്ഞ പോലെ നല്ല ഡ്രൈ ആയിട്ട് തന്നെയാണ് വരുന്നത്. കൂടുതൽ വെള്ളമൊന്നുമില്ല. നമ്മളിപ്പോൾ തൂക്കത്തിലാണെങ്കിലും അങ്ങനെ വെള്ളത്തിൻ്റെ കണ്ടന്റൊന്നും കൂടി തൂക്കം കൂടുന്നുള്ള പ്രശ്നമൊന്നും വരില്ല. ഇതൊക്കെ നോക്കും ഒട്ടും വെള്ളം വരുന്നില്ല. കപ്പ വേസ്റ്റ് തന്നെ 2 തരം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ വെള്ള കപ്പ വേസ്റ്റ്, നേരത്തെ പറഞ്ഞല്ലോ ഒരു ബ്രൗൺ കളറിലെ കപ്പ വേസ്റ്റ് ഉണ്ടായിരുന്നു. അതിന് ശേഷമുള്ള വെള്ള കപ്പ വേസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതുണ്ടോ ഒട്ടും മോയ്സ്ചർ കണ്ടന്റ് ഇല്ല എന്നല്ല, നമ്മളിങ്ങനെ പിഴിഞ്ഞ വരത്തക്ക രീതിയിലുള്ള വെള്ളമൊന്നും ഇതിനകത്തില്ല. ഇതാണ് നമ്മുടെ ഫൈനൽ മിശ്രിതം, തീറ്റ മിശ്രിതം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പാക്കറ്റിലാക്കി ഇവിടുന്ന് കൊടുക്കുന്ന സാധനം. നമ്മൾ ഇത്തിരി മുമ്പേ കാണിച്ച ഐറ്റംസ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുന്ന സാധനമാണ്. ഇത് മിക്സ് ചെയ്യുന്നതിന് മുമ്പുള്ളൊരു കാഴ്ച കാണിച്ചു തരാം. അതായത് എത്ര അളവിലാണ് ഇത് ചേർക്കുന്നത്. നിങ്ങൾക്ക് അങ്ങോട്ട് നോക്കിയാൽ കാണാം. ആവശ്യാനുസരണം വെള്ളക്കപ്പയും അതുപോലെ തന്നെ ബ്രൗൺ നിറത്തിലുള്ള കപ്പയും ബിയർ വേസ്റ്റും അതുപോലെ തന്നെ ചോളത്തുണ്ടും എല്ലാം നമ്മുടെ കേക്കൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന രീതിയിൽ ചെയ്ത് വെച്ചേക്കാം. ഇതാകുമ്പോൾ അവർക്ക് വെട്ടി മിക്സ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്താൻ സാധിച്ചു എന്നുള്ള സന്തോഷവും എനിക്ക് ഈ വീഡിയോ ചെയ്യുന്നതിലൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും നമുക്ക് കണ്ണൻ ചേട്ടൻ്റെ ഈ ഫാക്ടറിയിൽ വന്ന് ഈ സാധനം ഒന്ന് കണ്ട് പരീക്ഷിച്ച് നോക്കി വാങ്ങാവുന്നതാണ്. ചേട്ടാ, നമ്മുടെ ഈ ഫീഡ് കൊടുക്കുന്നതുകൊണ്ട് എങ്ങനെയാണ് ലാഭം വരുന്നത്? സാധനത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു, അതായത് ഇന്ന ക്വാളിറ്റിയുള്ള സാധനമാണ്, ഇന്ന സംഭവങ്ങളാണ് മിക്സ് ചെയ്യുന്നതെല്ലാം പറഞ്ഞു. ഇതിലെങ്ങനെയാണ് നമുക്ക് ലാഭം വരുന്നത്? ലാഭം വരുമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഡ്രൈ ഫുഡും വേറെ ഇതൊക്കെയാണ് നമ്മൾ കൊടുക്കുക. ശരി. അപ്പൊ അതിന്റെ വിലയും നോക്കുന്ന സമയത്ത് ഇതിന്റെ വിലയും വരുന്ന സമയത്ത് അതിന്നും ഇതും കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു 40-50% കുറഞ്ഞു കിട്ടും. ഓ, അത്രയും വില വ്യത്യാസം വരുന്നുണ്ട്. അതെ. ഓക്കെ ചേട്ടാ, നമുക്ക് ഒരു ദിവസം എത്ര പാക്കറ്റിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നു? നമ്മൾ ഇവിടെ വന്നിട്ട് പറഞ്ഞ ഒരു 800, 900, 1000 വരയ്ക്കും ഉള്ളത് പറഞ്ഞത് നമ്മൾ ചെയ്യുന്നുണ്ട്. പ്രൊഡക്ഷൻ നടക്കുന്നത്. ഇതെല്ലാം ഡീലേഴ്സ് വന്ന് ഓരോരുത്തർ വരും. ഒരു പാക്കറ്റ് എത്ര വെയിറ്റ് ആണെന്ന് പറഞ്ഞില്ല? 45 കിലോ വെയിറ്റ്. 45 കിലോ വെയിറ്റ് ഉള്ള. ഓക്കെ. ഇവരപ്പോ വന്ന് ഓരോ ഏരിയയിലും ഡീലേഴ്സ് വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകും. അവർ അവിടെ കൊണ്ട് മറ്റുള്ളവർക്ക് സപ്ലൈ. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇതിന്റെ ഡീലർഷിപ്പ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും കണ്ണൻചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി. കാരണം ഇപ്പോ എല്ലാ ജില്ലകളിലും സാധനം എത്തുന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ എല്ലാ ഏരിയയിലും എത്തിയെന്ന് വരത്തില്ല. അപ്പം നിങ്ങളുടെ ഏരിയയിലെ ഒരു കൂട്ടം കർഷകരെ നിങ്ങൾ യോജിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു വണ്ടിയും വിളിച്ചുകൊണ്ട് വന്ന് ഇവിടുന്ന് സാധനം കളക്ട് ചെയ്തുകൊണ്ട് പോയി കൊടുക്കാവുന്നതാണ്. ഇന്നിവിടെ വീഡിയോ എടുക്കാൻ വന്നപ്പോഴത്തേക്കും നമ്മുടെ 2 സബ്സ്ക്രൈബേഴ്സ് ഇവിടെ ഈ സാധനം മേടിക്കണം, അതായത് ഇവിടുത്തെ തീറ്റ മിശ്രിതം മേടിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവരോട് ചോദിക്കാം ഇതിന്റെ ഗുണങ്ങളെ പറ്റി. ചേട്ടാ, നിങ്ങൾ എത്ര കാലമായിട്ട് ഇവിടെ സാധനം മേടിക്കുന്നത്? ഇവിടെ 1 വർഷത്തിൽ കൂടുതലായിട്ട് സാധനം എടുക്കും. 1 വർഷത്തിൽ കൂടുതലായിട്ട് സാധനം മേടിക്കുന്നത്. ഇപ്പൊ ഈ വണ്ടി നടക്കുന്നുണ്ടോ? അപ്പൊ ഇതുപോലാണോ ആദ്യമൊക്കെ കൊണ്ടുപോയി, അതോ കുറച്ചാണോ? ആദ്യം ഒരു ചെറിയ വണ്ടിയൊക്കെ കൊണ്ടുപോയി. ചെറിയ വണ്ടിക്കാണോ? എന്തുകൊണ്ട് ഇത്രയും കൂടുതലായിട്ട് കൊണ്ടുപോകുന്നു? ആദ്യം നമ്മൾ ഇത് കുറച്ച് ആൾക്കാർക്ക് സാമ്പിൾ കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർ നല്ലൊരു അഭിപ്രായം പറഞ്ഞു, നല്ല ക്വാളിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ നമ്മള് കൂടുതൽ അപ്പൊ നിങ്ങൾ അവിടുത്തെ ഒരു ഫ്രാഞ്ചൈസി പോലെ വർക്ക് ചെയ്യുന്നത്? കൂടുതൽ ഇങ്ങനെ ഓർഡർ വന്നപ്പോൾ. അപ്പൊ ഒരു കാര്യം ചോദിക്കാണ്ട്, നിങ്ങളുടെ സ്ഥലം കൂടെ എന്ന് പറഞ്ഞാൽ അപ്പൊ നിങ്ങളുടെ ഏരിയ ഉള്ളവർക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യാമോ? ഞങ്ങള് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി, പാണ്ടിക്കാട് ആ ഭാഗത്താണ്. അപ്പോൾ മലപ്പുറം ജില്ലയിൽ മഞ്ചേരി, പാണ്ടിക്കാടുള്ള ആർക്കെങ്കിലും ഒക്കെ ഈ തീറ്റ മിശ്രിതം വേണമെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവരുടെ നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ടായിരിക്കും. മലപ്പുറം ജില്ലക്കാർക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ തീറ്റ കൊടുത്തിട്ട് നിങ്ങളുടെ കസ്റ്റമേഴ്സ് അഭിപ്രായം എന്താണ് പറയുന്നത്? നല്ല അഭിപ്രായം പറഞ്ഞു. ആദ്യം 5 ചാക്ക് എടുത്തവരൊക്കെ 20 ചാക്ക്, 25. ഓക്കെ. നല്ല അഭിപ്രായം അല്ലെങ്കിൽ പിന്നെ ഈ വണ്ടി കണക്കിന് നിങ്ങൾ കൊണ്ടുപോകത്തില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ, അതായത് കണ്ണൻ ചേട്ടൻ്റെ പശു ഫാമും അതുപോലെ തന്നെ തീറ്റ മിശ്രിതം ഉണ്ടാക്കുന്ന ഫാക്ടറിയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ശരിക്കും പശു വളർത്തൽ നഷ്ടമാണെന്ന് പറയുന്നവർ തീർച്ചയായിട്ടും ഇതുപോലുള്ള വീഡിയോസ് കാണുക, അല്ലെങ്കിൽ ഇതുപോലുള്ള കർഷകരെ നേരിട്ട് പരിചയപ്പെടാൻ ശ്രമിക്കുക, അവരോട് സംസാരിക്കുക, അവരിൽ നിന്ന് നല്ല നല്ല അറിവുകൾ നേടാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ ഈ ക്ഷീര കർഷകൻ അല്ലെങ്കിൽ ക്ഷീര മേഖല തന്നെ മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.